ഇപ്പോൾ ഡോക്ടർ രാജീവ് ജയദേവൻ ടെലിഫോൺ ലൈനിലുണ്ട്. ഡോക്ടർ രാജീവ് ജയദേവൻ, ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവം, ഈ അടുത്ത ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രണ്ടാമത്തെ സംഭവം. മലപ്പുറത്തൊരു കുട്ടി പേവിഷബാധയെ തുടർന്ന് മരണപ്പെടുന്നു. അതിനുശേഷം ഉണ്ടാകുന്നൊരു വാർത്ത പത്തനംതിട്ടയിൽ നിന്ന്. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു കുട്ടിക്ക് കൊല്ലത്ത് പേവിഷബാധ, അതും ഈ തരത്തിൽ. അപ്പോൾ ഈ വാക്സിനുകൾ എടുത്തിട്ടും ഇത് ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് എന്താണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ മറ്റു പിഴവുകളുണ്ടോ? കൂടുതൽ പരിശോധന ഈ വാക്സിനുകളുടെ പ്രതിരോധ ശേഷിയെ സംബന്ധിച്ച് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംശയങ്ങളും ചോദ്യങ്ങളും തന്നെയാണ്. ഇത് പേവിഷബാധ എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 26 പേവിഷബാധ മരണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. 3.25 ലക്ഷത്തോളം കേസ് ആയിരുന്നു നമ്മൾ നായ കടിച്ചതിന് ശേഷം ചികിത്സ തേടിയത്. അതിൽ മിക്കവർക്കും തന്നെ വാക്സിൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മൊത്തം മരണം 26 ആയിരുന്നു. ഈ വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ ഈ കഴിഞ്ഞ ഒരു 4 മാസത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ 4 മാസത്തെക്കാളും കൂടുതൽ പേവിഷബാധയും അതുപോലെ തന്നെ ഡോഗ് ബൈറ്റ് കേസുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഡോഗ് ബൈറ്റ് കേസുകൾ കൂടുന്നതനുസരിച്ച് സ്വാഭാവികമായിട്ടും അതിൽ ചില നായ്ക്കൾക്ക് പേവിഷബാധ ഉണ്ടാകും. അതിന് ആനുപാതികമായിട്ട് പേവിഷബാധയുടെ മരണങ്ങളും കൂടും എന്നുള്ളതാണ് വാസ്തവം. നിർഭാഗ്യവശാൽ ഇത്രയും അധികം നായ ആക്രമണം ഉണ്ടാകുന്ന കേരളത്തിൽ ഇത്രയും പേവിഷബാധ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഇനി വാക്സിൻ എടുത്തില്ലെങ്കിൽ ഇതെന്ത് സംഭവിക്കും എന്ന് ഞാൻ പറയാം. പേപ്പട്ടി ഒരാളെ കാര്യമായിട്ട് കടിച്ചിട്ടുണ്ടെങ്കിൽ, ഗുരുതരമായിട്ടുള്ള മുറിവേൽക്കുകയാണെങ്കിൽ 80% അതിന്റെ മരണനിരക്ക്. 10 മുതൽ 80% വരെ, അതായത് 10ൽ 8 പേര് വരെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് പേപ്പട്ടിയാണ് ആക്രമിച്ചതെങ്കിൽ. അതുകൊണ്ട് വാക്സിൻ എടുത്താൽ മാത്രമേ നമുക്ക് അതിൽ നിന്നും ഒരു രക്ഷ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുകയുള്ളൂ. വാക്സിന്റെ മൊത്തത്തിലുള്ള ഫലപ്രാപ്തി 100% അടുത്താണ്. 100 വരികയില്ല, എങ്കിലും 100ന് തൊട്ട് താഴെയാണ്. ഇത് ഫലപ്രാപ്തി കാണാത്ത കേസുകളിൽ അവയുടെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ കുട്ടികളാണ് ഏറെയും. അവരിൽ തന്നെ ശിരസിലും അതുപോലെ കൈവിരൽ തുമ്പിലും കടിയേറ്റവരാണ്. ഈ വാക്സിൻ എടുത്തിട്ടും രോഗബാധയുണ്ടായ വ്യക്തികളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ വാക്സിൻ എടുത്തിട്ടും പേവിഷബാധയുണ്ടായ കുട്ടികളുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാവർക്കും തന്നെ മുഖത്തോ ശിരസിലോ അല്ലെങ്കിൽ കഴുത്തിലോ അല്ലെങ്കിൽ വിരൽത്തുമ്പിലോ ആണ് കടിയേറ്റിട്ടുണ്ടാവുക. കാരണം ഇതെല്ലാം വളരെയധികം നാഡികൾ കൂടുതലുള്ള സ്ഥലമാണ്. ആഴത്തിൽ മുറിവേറ്റ് കഴിഞ്ഞാൽ നായയുടെ ഉമിനീരിലുള്ള ഈ വൈറസുകൾ ഒരു ഇഞ്ചക്ഷൻ പോലെ തന്നെ ഇതിന്റെ കുഞ്ഞിന്റെ നാഡിയിലേക്ക് കയറിപ്പോകാനും സാധ്യതയുണ്ട്. നാഡിയിൽ കയറുന്നതിന് മുമ്പാണ് വാക്സിന് വൈറസിനെ നിർവീര്യമാക്കാനുള്ള അവസരമുള്ളത്. അതുകൊണ്ട് ഇനി നായകടി ഏൽക്കുന്ന കേസുകൾ നിർബന്ധമായും എല്ലാവരും നല്ലതുപോലെ അപ്പോൾ തന്നെ സോപ്പിട്ട് തുടർച്ചയായിട്ട് 10-15 മിനിറ്റോളം തുടർച്ചയായിട്ട് കഴുകുകയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഡോക്ടർ ഉണ്ടാകുന്ന ഒരു സംശയം, അതിപ്പോൾ ഏത് ഭാഗത്താണെങ്കിലും താങ്കൾ സൂചിപ്പിച്ച പോലെ തലയിലൊക്കെ കടിച്ചാൽ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകില്ലേ, അവിടെ ഇങ്ങനെ സോപ്പിട്ട് കഴുകി എത്ര നേരം എന്നുള്ളത്? അത് അങ്ങനെ ഒരു സംശയവും ഉണ്ടാകാൻ പാടില്ല. ഇത് വളരെ സിമ്പിൾ ലോജിക്കാണ്. കാരണം നായയുടെ ഉമിനീരിലുള്ള ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ ഉള്ള വൈറസുകളാണ് നമ്മുടെ ഒരു മുറിവിലേക്ക് നായ കുത്തിവെക്കുന്നത്. അപ്പോൾ അതിനെ കഴുകിക്കളയാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇത്രയും അധികം വൈറസ് ഈ കുട്ടിയുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വൈറസിനെ തുരത്താൻ തന്നെയാണ് വാക്സിൻ എടുക്കുന്നതും. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഇതിനെ നമുക്ക് കഴുകിക്കളഞ്ഞ് കുറെയെങ്കിലും ഈ വൈറസിന്റെ അളവ് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും അധികം കുഞ്ഞ് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി, അതായത് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ കണക്കും ഇപ്പോഴത്തെ ഈ 4 മാസത്തെ കണക്കും തമ്മിൽ വലിയ മാറ്റമാണല്ലോ ഉള്ളത്. അപ്പോൾ വലിയ മാറ്റമല്ല, മാറ്റമുണ്ട് എന്നുള്ളതാണ്. ശരി. എങ്കിൽ പോലും ഈ നമ്മുടെ ഭരണകൂടം ഈ തെരുവു നായകളെ നിയന്ത്രിക്കേണ്ടതിനെ കുറിച്ച് കൂടുതൽ സജീവമായി ഒരിക്കൽ കൂടി ആലോചിക്കേണ്ട ഒരു ഘട്ടം കൂടിയല്ലേ ഇത്? ഉറപ്പായും അതാണ് ഇതിന്റെ കാതലായിട്ട് നിൽക്കുന്ന വിഷയം. ഇതാണ് ഈ 2025 ഒരു വർഷം എങ്ങനെയാണ് നമ്മുടെ ജനങ്ങൾക്ക് 3 ലക്ഷത്തിലധികം പേർക്ക് ഒരു നായയുടെ കടിയേൽക്കുന്നത്. ശരിയാണ്, അതിൽ
ഒരു മൂന്നിൽ 2 ഭാഗവും വളർത്തുനായകളാണെങ്കിൽ തന്നെ 1,00,000-ലധികം തെരുവ് നായകൾ നമ്മുടെ ജനങ്ങളെ കടിക്കുക എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? ഇത് തീർച്ചയായിട്ടും നമ്മൾ അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ്. വളരെ നന്ദി. സമയപരിമിതി മൂലമാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഡോക്ടർ പങ്കുവച്ചത്. ഈ 4 മാസത്തിനിടയിൽ ഇത്രയധികം ആളുകൾക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നു. ഇത് അധികൃതർ